യുടെ എക്സാം പാറ്റേൺ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതിൽ മേജർ പോർഷൻ കവർ ചെയ്യുന്നത് MCQ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ്. അപ്പൊ MCQ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വരികയും ചെയ്യും. അത് സ്കോർ ചെയ്യാനാണ് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത്. അപ്പൊ എങ്ങനെ MCQs ക്രാക്ക് ചെയ്യാം? ഇതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. നിങ്ങൾക്കറിയാം, ഒരു 20 MCQ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ഈ 20 MCQസിൽ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എൻറ്റയർ എക്സാം എഴുതാനുള്ള സമയമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ടൈം മാനേജ്മെന്റ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? MCQs അറ്റൻഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, എങ്ങനെയാണ് MCQസിന് ടൈം മാനേജ്മെന്റ് കൊടുക്കുക? അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് എന്ന് പറയുന്ന സമയമാണ്. ആ ഒരു സമയം മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിൽ കൂടുതൽ സമയം അതിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള സമയം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് 1 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തൊരു ചോദ്യം ചെയ്തു തീർക്കുക. ഇനി അതിൽ കൂടുതൽ സമയം ആ ചോദ്യം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഉത്തരം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബുദ്ധിപരമായ കാര്യം എന്ന് പറയുന്നത് ആ ചോദ്യം സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ച് ആ ചോദ്യത്തിലേക്ക് തന്നെ വരാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എലിമിനേഷൻ മെത്തേഡാണ്. നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ഒരു ടെക്നിക്ക് ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻസിൽ തന്നെ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ 2 ഓപ്ഷനോ അല്ലെങ്കിൽ ഒരു ഓപ്ഷനോ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ എലിമിനേഷൻ രീതി ചെയ്യുന്നതിലൂടെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. 75% ചോദ്യങ്ങളും എലിമിനേഷൻ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ 2 മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കണം. 1 ടൈം മാനേജ്മെന്റ്, 2 എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി MCQ ചെയ്യാനുള്ള അടുത്തൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബൈ ഹാർട്ട് പഠിക്കുക അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് കുറെ ടോപ്പിക്കുകൾ പഠിക്കുന്നതിലുപരി സ്മാർട്ട് വർക്കിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് MCQ ക്രാക്ക് ചെയ്യാനുള്ള അടുത്തൊരു വഴി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, എങ്ങനെയാണ് ഈ സ്മാർട്ട് വർക്ക് ചെയ്യുക? മാത്സിന്റെ കേസ് ഒക്കെ പറയുവാണെങ്കിൽ മാത്സിൽ ഒരുപാട് മെന്റൽ മാത്സ്, അതായത് നമുക്ക് കാൽക്കുലേഷൻസ് കുറച്ചുകൊണ്ട് മെന്റലി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഉത്തരങ്ങളിലോട്ട് എത്താനായിട്ട് സാധിക്കും. MCQ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളോട് എന്ത് ചോദിക്കുന്നില്ല, ഇത് എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുന്നില്ല, നമ്മളുടെ ആൻസർ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് മെന്റൽ മാത്സിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. യെസ്, പ്രാക്ടീസ് ഈസ് ദ കീ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ MCQs പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? MCQസിന്റെ സമയം കുറച്ചുകൊണ്ട് പെട്ടെന്ന് ഉത്തരങ്ങളിലോട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഒരുപാട് MCQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, എവിടെ നിന്നാണ് ഈ MCQs കിട്ടുക? നമ്മുടെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കൾക്ക് അറിയാം, ഓരോ ക്ലാസ് കഴിയുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 10 MCQs നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തരുന്നുണ്ട്. ഓരോ ചാപ്റ്റർ അല്ല, ഓരോ ക്ലാസ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ 6 ക്ലാസ്സുകളായിട്ടായിരിക്കും. അപ്പൊ ഒരു ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് 60 MCQs പ്രാക്ടീസ് ചെയ്യാനായിട്ട് കിട്ടുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് 20 മാർക്കിന് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് വരുന്ന MCQ പോർഷൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിഞ്ച ബാച്ചിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും പേൾ വീഡിയോസും യൂണിറ്റ് ടെസ്റ്റുകളും എല്ലാം കൂടി ആയിട്ട് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ വേഗം തന്നെ നമ്മുടെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതിനായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ മകളെ, 3 പ്ലാനുകളായിട്ടാണ് നമ്മുടെ നിഞ്ച ബാച്ച് ഉള്ളത്. ബേസിക് പ്ലാൻ, ഇൻഫിനിറ്റി പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ. നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ ചൂസ് ചെയ്യാം. അതിനനുസരിച്ച് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാം. ബേസിക്സിന്റെ ക്ലാസ്സുകളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പൊ ഒരാളും ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ജോയിൻ ചെയ്യാം. മാറിയ ടെക്സ്റ്റ് ബുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാം.